തന്നെ ഇതൊരു നന്മ വിഷയ ഇപ്പൊ നിങ്ങൾ ചെയ്തത്. ഇത് ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കാതെ എനിക്ക് ലോട്ടറി കിട്ടിയമാർക്ക് അത് കിട്ടിയത്. ഞാൻ അതൊരിക്കലും അങ്ങനെ ചിന്തല്ല, ഞാൻ വേറൊരു ചിന്തയിൽ ഇങ്ങനെ പോവുക. അപ്പോഴാണ് നിങ്ങൾ എന്നെ വൈലെച്ച് തടയുന്നത്. അപ്പൊ ഇത് അള്ളാഹ് എനിക്ക് വിധിച്ചു വെച്ചതാണ്. ഈ അരി എനിക്ക് അള്ളാഹ് സൃഷ്ടിച്ചിടുന്ന നെല്ലിന്റെ ഉള്ളിൽ. കർക്കിടകക്കാലത്ത് നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാൻ എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ്, എങ്ങനെയൊക്കെ എന്തൊക്കെ അറിയോ ചേച്ചിക്ക്? നമ്മളെ കഴിക്കേണ്ട ഭക്ഷണങ്ങളൊക്കെ അറിയോ? കർക്കിടകത്തില് വെജിറ്റബിൾ കഴിക്കാൻ നല്ലത്. കർക്കിടക കഞ്ഞി കുടിക്കുക, മരുന്ന് കഞ്ഞി ഉണ്ടാക്കും. കഞ്ഞി കാര്യങ്ങളൊക്കെ അതില് കൂട്ടേണ്ട എന്താ വെച്ചാല് നെല്ലുത്തി അരി, ചെറിയ അരി വേണം. അതിക്ക് തേങ്ങ ചിരകിടുക, മുരിങ്ങന്റെ തോല് ചെത്തിടുക, പിന്നെ ഇടിഞ്ഞിലിന്റെ തോല് ചെത്തിടുക, ജീരകം അരക്കുക, എന്നിട്ട് നെയ്യിൽ വറുത്ത് കുടിക്കുക. അത് വളരെ പവറാണ്. ഈ ഊരവേദനയും ക്ഷീണങ്ങളൊക്കെ പറ്റ മാറും. രാവിലെ വെറുതെ കഞ്ഞിയാ കുടിച്ചേണ്ടത്. കഞ്ഞി കുടിക്കാറുണ്ടോ വീട്ടിലാരെങ്കിലും? അമ്മമാരാരെങ്കിലും മുന്നേ വീട്ടിൽ കഞ്ഞി കുടിക്കാറുണ്ട്. എന്തിനാണ് കർക്കിടക മാസം നമ്മൾക്ക്? ഞാനൊന്നും അന്വേഷിച്ചില്ല, നമ്മളങ്ങനെ ഉണ്ടാക്കിയ കഴിക്കും. ചേട്ടൻ ഈ ലോകത്തെ എല്ലാ തോന്നുന്നു. വേറെ കർക്കിടക കഞ്ഞി കുടിക്കാറുണ്ട്. പണ്ട് അമ്മമാരൊക്കെ ചെയ്യാറുണ്ടോ? പച്ചമരുന്നുകൾ, എന്തൊക്കെ മരുന്നുകൾ ആഡ് ചെയ്യാൻ അറിയോ? ഏകദേശം എന്തൊക്കെ മരുന്നുകളൊക്കെ ആഡ് ചെയ്യാൻ? മുക്കുറ്റി, കീഴാർനെല്ലി. അറിയാലോ അത്യാവശ്യം. നമ്മുടെ ചേട്ടൻ കുറച്ച് നന്നായിട്ട് പറഞ്ഞു കാര്യങ്ങൾ, കർക്കിടകത്തിനെ കുറിച്ച്, കഞ്ഞിയെ കുറിച്ചൊക്കെ അറിയാം നന്നായിട്ട്. അപ്പോൾ നമുക്ക് ചേട്ടന് ഗിഫ്റ്റ് കൊടുക്കാം അല്ലേ? പേരെന്താ ചേട്ടൻ്റെ? എൻ്റെ പേര് ഷബീർ കൊരമ്പേ.